അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കേരളത്തിലെ നദികളാണ്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിലെ നദികൾ നീളം, വീതി, ജലപ്രവാഹം എന്നിവയിൽ ചെറുതാണ്. മലയോര പ്രദേശമായതിനാലും പശ്ചിമഘട്ടത്തിനും കടലിനും ഇടയിലുള്ള പ്രദേശമായതിനാലും നദികൾ വേഗത്തിൽ ഒഴുകുന്നു. കേരളത്തിലെ നദികൾ പ്രധാനമായും മഴക്കാലത്തെ ആശ്രയിച്ചാണ് ഒഴുകുന്നത്. 15 കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്തായി കണക്കാക്കുന്നത്? നദികളായി കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ്, അത് നമുക്ക് അറിയാവുന്നതാണ്. അത് കൂടുതൽ ഇതിൽ പറയേണ്ട കാര്യമില്ല, കാരണം നമ്മൾ PSC പഠിക്കുമ്പോഴേ ഇതെല്ലാം പഠിക്കുന്നതാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41, കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി നദി 57 കിലോമീറ്റർ, ഭവാനി 38 കിലോമീറ്റർ, പാമ്പാർ 25 കിലോമീറ്റർ. ഈ 3 നദികളും ഒടുവിൽ കാവേരി നദിയിൽ പതിക്കുന്നു. നമുക്കറിയാം കാവേരി നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? കബനിയും ഭവാനിയും പാമ്പാർ. പിന്നെ ഇതിൻ്റെ ഈ നീളം നമ്മൾ ഓർത്ത് വയ്ക്കുക. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി കബനി നദി, 57 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാർ. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കാസർഗോഡ് 12 നദികൾ ഒഴുകുന്നുണ്ട്. 200 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ 2, പെരിയാർ, ഭാരതപ്പുഴ. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ 11. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. അതൊന്ന് ശ്രദ്ധിക്കുക, അത് എക്സാമിന് പലതവണ ചോദിക്കാറുണ്ട്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ, അതുപോലെ സൈലൻറ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. കേരളത്തിലെ നദികളിൽ പലതും ചെറുതും പൂർണ്ണമായും മൺസൂൺ മഴയാൽ നിറഞ്ഞതുമാണ്. കേരളത്തിലെ നദികൾ ചെറുതും ഡെൽറ്റയുടെ അഭാവവുമായതിനാൽ അവ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഏറ്റവും വടക്കേറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ, ഏറ്റവും തെക്കേറ്റത്തുള്ള നദി നെയ്യാർ, ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ അതിൻ്റെ നീളം. ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അയിരൂർ പുഴ 17 കിലോമീറ്റർ. കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ 19 കിലോമീറ്റർ. ഇനി ഓരോ നദികളെയും കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ജനറലായിട്ടൊന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ. പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചാലക്കുടി പുഴ, കടലുണ്ടി പുഴ, അച്ചൻകോവിൽ നദി, കല്ലട നദി, മൂവാറ്റുപുഴ നദി, വളപട്ടണ നദി, ചന്ദ്രഗിരി പുഴ. ഇവയെല്ലാം കുറിച്ച് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. അടുത്ത ഓരോ വീഡിയോസിലായിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.